ഏയ് സങ്കടപ്പെട്ടിരിക്കണോ? സങ്കടപ്പെടണ്ടേ? ഒരു മനുഷ്യനായിരിക്കാൻ ഇമോഷൻസ് ഉണ്ടാവണ്ടേ? ഇമോഷൻസ് ഇല്ലെങ്കിൽ ഒരു മനുഷ്യനല്ല. നമുക്ക് ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാവും. പക്ഷെ അതിനെ ഓർത്ത് നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യരുത്. ലെറ്റ് ഗോ ചെയ്യേണ്ടത് ലെറ്റ് ഗോ തന്നെ ചെയ്യുക. പക്ഷേ നമ്മൾ ആ സമയത്ത് പഠിച്ച ഒരുപാട് പാഠങ്ങൾ ഉണ്ടാവില്ലേ, അതൊരിക്കലും മറക്കരുത്. അതായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ലൈഫിന് ഏറ്റവും കൂടുതൽ അനിവാര്യമായിട്ട് വരുന്നതും. അതുപോലെ തന്നെയാണ് ചില ആളുകൾ നമ്മൾ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ടാവും, ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും. ഒരുപക്ഷെ അവരെ നമ്മൾ അത്രമേൽ സ്നേഹിച്ചവരാവാം, അത്രമേൽ സഹായിച്ചവരാവാം. പക്ഷെ നമുക്ക് തിരികെ നൽകിയത് ഒരുപാട് സങ്കടങ്ങളായിരിക്കും. അവരെയും ഓർത്ത് നമ്മുടെ സമയം കളയേണ്ടതില്ല. പകരം നിങ്ങൾ സങ്കടപ്പെട്ട സമയത്ത് ചേർത്ത് പിടിച്ച 1-2 ആളുകളെങ്കിലും ഉണ്ടാവും. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ലേ? ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ടാവും. അവരെ ചേർത്തങ്ങ് പിടിച്ചേക്കുക. പണ്ട് കേട്ടൊരു കഥയുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. അന്ധനായൊരു മനുഷ്യനെ ആദ്യമായി കാഴ്ച കിട്ടാണ്. ആ സമയത്ത് അയാൾ ആദ്യം ഉപേക്ഷിച്ചത് എന്താണെന്നറിയോ? അതുവരെ അയാളെ നിർവഹിക്ക് നടത്തിയ വാക്കിംഗ് സ്റ്റിക്കിനെ ആയിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മകൾ പോലും അയാളുടെ ലൈഫിൽ അവശേഷിപ്പിക്കാൻ അയാൾ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മുടെ ലൈഫിൽ എത്രയൊക്കെ ഹാപ്പിനെസ് ഉണ്ടായാലും, എത്രയൊക്കെ വിജയങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും, നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള, നമ്മളെ ചേർത്ത് പിടിച്ചിട്ടുള്ള ആളുകളെ ചേർത്ത് തന്നെ പിടിക്കുക. പക്ഷേ ലെറ്റ് ഗോ ചെയ്യേണ്ടത് ലെറ്റ് ഗോ തന്നെ ചെയ്യണം. ബി ഹാപ്പി ആൻഡ് കീപ് സ്മൈൽ.